എന്താണ് ഒരു അധ്യാപനം നേരെയാകുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന സിംറ്റംസ്? ഒരു വിദ്യാർത്ഥി വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത്, ആ ബസ്സിലേക്ക് ഓടുന്ന സമയം, ആ കുട്ടിയിൽ ഉണ്ടാകുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുമോ? ഉണ്ടാവുകയില്ല എന്നാണ് നാം പറയുന്നതെങ്കിൽ നാം തിരുത്തപ്പെടേണ്ട ഒരു ട്രഡീഷണൽ ലൈനിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ഞാൻ ഇത് പറയുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും നമ്മുടെ മനസ്സിൽ, അതൊക്കെ സാധ്യമാണോ? അതിനെന്താണ് നാം ചെയ്യേണ്ടത്? ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ പോക്കറ്റിലേക്ക് വെച്ചിരിക്കും. എപ്പോഴാണോ നിങ്ങൾക്കതൊന്ന് ചോദിക്കാൻ മനസ്സ് വരുന്നത്, അപ്പോഴാണ് അതിന് ആൻസർ പറയുമ്പോൾ ആ ആൻസർ പ്രസക്തമാകുന്നത്. തൽക്കാലം ഞാൻ ഈ വിഷയം മുന്നിൽ വെച്ച് സംസാരിക്കുന്നു. ഈ സംസാരം കേവലം ഒരു തിയറി ടോക്കിംഗ് മാത്രമാണ്. അത് പ്രായോഗികമാകുന്നത് നമ്മുടെ ചിന്തയെ ഇങ്ങനൊരു വിദ്യാഭ്യാസ പ്രക്രിയക്ക് സാധ്യതയുണ്ട് എന്നിടത്തേക്ക് കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുമ്പോഴാണ് അതിന് തുടക്കമുണ്ടാകുന്നത്. വിദ്യാഭ്യാസ പ്രക്രിയ എന്നത് പലപ്പോഴും തിയറിവൽക്കരിക്കപ്പെടുന്ന സമയത്ത് ചില ഡൈവേർഷനുകൾ സംഭവിക്കുന്നുണ്ട്. ഏതുപോലെ ഞാൻ എന്റെ ബഹുമാന്യരായ സദസ്യരോട് പറയുന്നു, നമ്മൾ എല്ലാവരും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധയോടെ ഒന്ന് കാണണം. എന്നിട്ട് ഞാൻ പറയാണ്, നിങ്ങളെല്ലാം നിങ്ങളുടെ ശ്വസനദ്വാരത്തിലൂടെ ഇത്ര സെക്കൻഡ് ദൈർഘ്യത്തിൽ ഇത്ര ഡെസിബൽ അല്ലെങ്കിൽ ഇത്ര അളവിൽ നിങ്ങൾ വായു പുറത്തേക്ക് കളയണം. ഇത്ര സമയം, ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര മൈക്രോ സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യണം. അതിനുശേഷം ഇത്ര ദൈർഘ്യത്തിൽ, ഇത്ര സമയ ദൈർഘ്യത്തിൽ നിങ്ങൾ ഇത്ര അളവിൽ വായു ഉള്ളിലേക്ക് എടുക്കണം. അവിടെ ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര മൈക്രോ സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ ചിലർ കരുതും, സുബ്ഹാനല്ലാഹ്, ഇതൊരു വലിയ പണിയായല്ലോ. സത്യം പറയുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന നാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനെക്കുറിച്ച് ഞാൻ തിയറിവൽക്കരിച്ച് സംസാരിക്കുമ്പോഴേക്ക് അതൊരു പ്രയാസകരമായ വിഷയമായി മാറും. ഇത് തന്നെയാണ് വിദ്യാഭ്യാസ പ്രക്രിയ മോഡലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെ മോഡേണൈസ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അതിൽ നിന്ന് തിരിച്ചു കയറി അതിനെ യഥാർത്ഥ റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ നാം ആവിഷ്കരിക്കേണ്ടതും എന്താണ്? ഒന്നാമതായി, ഇങ്ങനൊരു സാധ്യത വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഒരു വിദ്യാർത്ഥി ആസ്വദിച്ച് ചെയ്യേണ്ടതാണ് വിദ്യാഭ്യാസം എന്നതും. ഒരു വിദ്യാർത്ഥിക്ക് ക്യാമ്പസിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഈ പറയപ്പെട്ട രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്, എക്സ്പീരിയൻസ് അതുണ്ടാവുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ സ്വഭാവമെന്നും തിരിച്ചറിയാനും അതിനു വേണ്ടിയുള്ള ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴാണ് നമുക്കിത് സാധ്യമാകുന്നത്.